Today, we are going to discuss about the topic Principles of Management. Principles of Management പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് മാനേജ്മെന്റ് എന്ന് ആദ്യം നോക്കാം. മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ ഭാഗമാക്കാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്ന അവരതിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവരെ എല്ലാവരും കോമൺ ഡയറക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെന്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനേജ്മെന്റ് എങ്ങനെയാണ് ഒരു എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ഓതേഴ്സ് ഒരുപാട് നാളത്തെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് FW ടൈലറും ഹെൻറി ഫയറും അങ്ങനെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിനകത്ത് ഫസ്റ്റ് 7 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ നേച്ചറിലുള്ള വർക്കുകളെല്ലാം കൂടെ ഒരുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ഒരു കൂട്ടം ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് എന്ത് സംഭവിക്കും, അവർക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിലേക്ക് അവർ കൂടുതൽ എക്സ്പേർട്ട് ആകുകയും അതൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ലെറ്റ്സ് ടു സ്പെഷ്യലൈസേഷൻ. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഏതൊരു ഓർഗനൈസേഷനും ഫംഗ്ഷൻ ചെയ്യുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ബേസ് ചെയ്തിട്ട്. അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കാനുള്ള ഒരാളുടെ റൈറ്റിനെ അതോറിറ്റി എന്നും അത് സ്വീകരിക്കേണ്ട അയാളുടെ റെസ്പോൺസിബിലിറ്റിയും അയാളുടെ ആ ഒരു ഒബ്ലിഗേഷൻ റെസ്പോൺസിബിലിറ്റി എന്നും പറയുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷനും സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ കുറേ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അതായത് അവിടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതായത് അവിടെ എങ്ങനെയൊക്കെ ആൾക്കാർ വരണം, അല്ലെങ്കിൽ എപ്പോഴാണ് അവരുടെ ക്ലോസിംഗ് ടൈം, അവിടുത്തെ ലഞ്ച് ബ്രേക്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. ആ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്, ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് നമുക്ക് ഒറ്റ വാക്കി പറയാം, വൺ മാൻ വൺ ബോസ്. അതായത് ഒരു വ്യക്തിക്ക് ഒരേ ഒരാൾ മാത്രമേ ബോസ് ആയിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഒരാൾക്ക് ഒന്നിലധികം ആളുകൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് എന്ത് സംഭവിക്കും, കൺഫ്യൂഷൻ ഉണ്ടാകുകയും അതുപോലെ വർക്കുകൾ ഓവർലാപ്പ് ആകുകയും ഒരു വർക്കുള്ള വർക്ക് നടക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ സക്സസിന് വേണ്ടിയിട്ട് വൺ മാൻ വൺ ബോസ് ആണ് എപ്പോഴും നല്ലത്. ഇനി ഫിഫ്ത്ത് വൺ വരുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഈ ഒരു യൂണിറ്റി ഓഫ് കമാൻഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതായത് വൺ പ്ലാൻ വൺ ബെഡ് വൺ ബോസ്. അപ്പോൾ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു നേച്ചറുള്ള ഫംഗ്ഷൻസിന് ഒരൊറ്റ ഹെഡേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഇതിന്റെ എല്ലാം ഹെഡ് ആയിട്ട് ഒറ്റ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ അന്നേരം എംപ്ലോയീസ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതുവഴി അവർക്ക് എന്ത് സാധിക്കത്തില്ല, അവർക്ക് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ലാതെ വരും. അപ്പൊ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വേണമെന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എല്ലാ എംപ്ലോയീസിനും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും. പേഴ്സണൽ ഇൻട്രസ്റ്റുകളെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓർഗനൈസേഷനിലേക്ക് വരുന്നത്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ അവർ എന്തിലേക്ക് ഈ ഒരു ഓർഗനൈസേഷന്റെ കോമൺ ഗോളിലേക്ക് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഈ ഒരു പേഴ്സണൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസും എപ്പോഴെങ്കിലും നമ്മളൊരു കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇത് കൊടുക്കേണ്ടത് ഓർഗനൈസേഷൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത്, അതായത് നമ്മുടെ 7th വൺ എന്ന് പറയുന്നത് സ്കാലാർ ചെയിൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ റൂട്ട് ഓഫ് ചാനലിലൂടെ പോകണം. അതായത് ഇപ്പം സാധാരണ വർക്കേഴ്സിന് ഡയറക്ട്ലി ടോപ്പ് ലെവൽ എംപ്ലോയീസിനോട് പറയാൻ സാധിക്കില്ല. അവരുടെ സബോർഡിനേറ്റ്സിന് പിന്നെ മിഡിൽ ലെവൽ മാനേജേഴ്സ്, ടോപ്പ് ലെവൽ, അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കോമൺ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഇനി സർട്ടൺ കൈൻഡ് ഓഫ് എമർജൻസീസ് നമുക്ക് ഈ ഒരു സ്കാലാർ ചെയിൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ അതിനകത്ത് ഉണ്ടാക്കുക. അതായത് കോമൺ ലെവലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡയറക്ട്ലിയും അതല്ലെങ്കിൽ ഹെഡ് ആണെങ്കിൽ അവർക്ക് തമ്മിലും പറയാനുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്കത് ബ്രേക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെ ഗാൻ പ്ലാൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 7 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇനി ഇതിനകത്ത് 14 മൊത്തം ഉള്ളത്. ഇനി ഒരു 7 കൂടി വരാനുണ്ട്. ഈ 7 നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.